നമ്മൾ അഷ്കർ അലിയിലേക്ക് കൂടി ഒന്ന് പോകുന്നു. അഷ്കർ അലി ഉള്ളത് JHSS ചെറുതുരുത്തിയിലാണ്. അഷ്കർ അലി, വെരി ഗുഡ് മോർണിംഗ്. അവിടെ സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്നു. മോക്ക് പോളിംഗ് ആരംഭിച്ചോ? അരുൺ, ഇവിടുത്തെ മോക്ക് പോളിംഗ് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളത്. മോക്ക് പോളിംഗിന്റെ പ്രാഥമിക ഘട്ടങ്ങളൊക്കെ പൂർത്തിയാക്കി അതിന്റെ കണക്കിലടക്കമുള്ള രജിസ്റ്ററിൽ ചേർക്കുന്ന ഒരു തിരക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പോളിംഗ് പൂർത്തിയാക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഈ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ 3 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 32 അതുപോലെ തന്നെ 34 ഉൾപ്പെടെ 3 ബൂത്തുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വലിയ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനി വോട്ട് ചെയ്യാനുള്ള അതിൻ്റെ ആളുകൾ മാത്രം എത്തിയാൽ മതി എന്നുള്ളതാണ്. 2,13,000 ആളുകളാണ് ഇന്ന് ചേലക്കര വോട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്ന പഞ്ചായത്ത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് തന്നെയാണ്. കാരണം 2 മുന്നണികളും ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പഞ്ചായത്താണ് ഇത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1000-ലധികം വോട്ടുകളുടെ വ്യത്യാസം, ഈ 1400 വോട്ടുകൾ ഭൂരിപക്ഷമാണ് ഈ പഞ്ചായത്തിൽ നിന്ന് LDF ലഭിച്ചത്. അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ആ സംഖ്യ എന്ന് പറയുന്നത് 5369 വോട്ടുകൾ ഭൂരിപക്ഷമുണ്ട്. ഇത്തരത്തിൽ വലിയ ഭൂരിപക്ഷം എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് നൽകുന്ന, ഇപ്പോൾ ഭരണസമിതിയിലടക്കം മൃഗീയ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനുള്ള ഒരു പഞ്ചായത്താണ് വള്ളത്തോൾ നഗർ. LDFന് 15, BJPക്ക് ഒരു സീറ്റ് മാത്രമാണ് ഈ പഞ്ചായത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ LDFന്റെ ഭൂരിപക്ഷം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വലിയ സ്ക്വാഡ് വർക്ക് UDF നടത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഈ ഭൂരിപക്ഷത്തിൽ ഈ 1400 എന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഭൂരിപക്ഷം കുറയ്ക്കാനായി കഴിഞ്ഞാൽ ഒരുപക്ഷെ മണ്ഡലത്തിന്റെ വിധിയെഴുത്തിന് തന്നെ അത് സ്വാഭാവികമായി ബാധിച്ചേക്കാം. വളത്തോളൊക്കെ വളരെ ഇടതുപക്ഷത്തോട് ചായ്വ് കാണിച്ചിരുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ പോലും കഴിഞ്ഞ തവണ രാധാകൃഷ്ണന്റെ ലീഡ് കുറയ്ക്കാൻ സാധിച്ചു. 1400 എന്ന ഭൂരിപക്ഷത്തിലേക്ക് പഞ്ചായത്തിലേക്ക് ലീഡ് കുറയ്ക്കാൻ സാധിച്ചിരുന്നു. അഷ്കർ അലിയാണ് ഇപ്പോൾ വള്ളത്തോൾ നഗറിലും തത്സമയം ചേർന്നത്. ഇനി നമ്മൾ AK അഭിലാഷിലേക്ക് പോകുന്നു. പലയിടങ്ങളിലും മോക്ക് പോളുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ് രജിസ്റ്ററിൽ പേരും ഒപ്പുമൊക്കെ സൈൻ ചെയ്തതിനു ശേഷം വോട്ടർമാരെ കാത്തിരിക്കുകയാണ് പ്രിസൈഡിംഗ് ഓഫീസർമാരും പോളിംഗ് ഓഫീസർമാരും. 180ഓളം ബൂത്തുകളാണ് ചേലക്കര മണ്ഡലത്തിലുള്ളത്. AK അഭിലാഷിലേക്ക് പോകുന്നു. AK അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. മോക്ക് പോളിംഗ് പൂർത്തിയായോ? ഡോക്ടർ അരുൺ, മോക്ക് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഞാനിപ്പോൾ ഉള്ളത് ഈ കൊണ്ടാടിയിലെ ദേവി വിലാസ സ്കൂൾ, അതായത് 108, 107 നമ്പർ ബൂത്തുകളിലാണുള്ളത്. ഇവിടെ 1000-ലേറെ ആളുകൾ വോട്ടർമാരാണ് ഓരോ ബൂത്തുകളിലും ഉള്ളത്. അതിൻ്റെ മോക്ക് പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം UDFന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലം കൂടിയാണിത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ LDFന് മുൻതൂക്കം ലഭിക്കുക കൂടി ചെയ്തു. അതായത് രാഷ്ട്രീയമായി 2 പക്ഷത്തിനും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ് ഈ കൊണ്ടാടി. ആ മേഖലയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അവിടെ 107, 108 2 ബൂത്തുകളായിട്ടാണ് ഇവിടെ ഈ സ്കൂളുകളിൽ, ദേവിവിലാസ സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. മോക്ക് അടക്കമുള്ള സംവിധാനങ്ങൾ പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിയുടെ ആളുകളടക്കം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ വോട്ടെടുപ്പ് നടക്കുക. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് നടത്തും. പക്ഷേ വോട്ടർമാരൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം 6 മണി കഴിഞ്ഞ ആ സമയം മാത്രമാണ്. ഏതായാലും വലിയ തരത്തിൽ ആളുകൾ വോട്ട് ചെയ്യാനെത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ UDF വലിയ തരത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വോട്ടർമാർ പലപ്പോഴും പല രീതിയിൽ വോട്ട് ചെയ്യുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. LDFനും UDFനും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ്. ആ മേഖലയിൽ പ്രധാനമായും ഗ്രാമീണ മേഖലയാണ്, ഗ്രാമീണ കർഷക മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കർഷകരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ചാ വിഷയമായതും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മുഖ്യമന്ത്രി ഈ മേഖല കേന്ദ്രീകരിച്ച് ഒരു ദിവസം പ്രചാരണം നടത്തിയെന്നതാണ്. 6 പരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. അതിലൊരു പരിപാടി ഈ കൊണ്ടാഴി മേഖലയിലായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ശരി, ഞാൻ വരാം. AK അഭിലാഷ്, കൊണ്ടാഴിയാണ്. കൊണ്ടാഴി UDFന് വലിയ മേൽക്കൈയുള്ളൊരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഇത്തവണ ലീഡ് കൂട്ടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ LDF ഉള്ളത്.